Okay, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്, നമ്മൾ പൈ ചാർട്ട്, അതുപോലെ തന്നെ ലോറൻസ് കർവ്, ഫ്രീക്വൻസി പോളിഗൺ, അല്ലേ, പിക്ടോഗ്രാംസ്, ഒജീവ്, അങ്ങനെ പല രീതിയിലുള്ള ചാർട്ടുകളെ കുറിച്ച് നമ്മൾ കണ്ടു പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് നമ്മൾ ഉരുത്തിരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡാറ്റയുടെ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കാരണം നമ്മുടെ റിസർച്ച് പ്രോസസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യാണ്, നമ്മൾ അതിന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളതിനെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പല രീതിയിലുള്ള ഫൈൻഡിങ്സും സജഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ അനാലിസിസ് തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും, രണ്ട് ഇൻഫറൻഷ്യൽ അനാലിസിസും. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, എന്താണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്? അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാരിയബിൾസ്, നമ്മുടെ വാരിയബിൾസിൻ്റെ വിവിധ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് വാരിയബിൾസിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഭാസങ്ങൾ, ഫിനോമിന, അതൊക്കെ നമുക്ക് ഈ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ വി ട്രൈസ് ടു വർക്ക് ഔട്ട് വാരിയസ് മെഷേഴ്സ് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ അലോങ് വിത്ത് ദ സ്റ്റഡി ഓഫ് മെഷറിംഗ് റിലേഷൻഷിപ്പ്. നമുക്ക് ഏത് രീതിയിലുള്ള ഡാറ്റാസാണ് മെഷർ ചെയ്യേണ്ടത്, ആ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ സൈസ്, ഷേപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ, അതൊക്കെ നമ്മളതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി 3 രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പ്രധാനമായിട്ടും 3 രീതിയിൽ വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് യൂണി ഡയമെൻഷണൽ അനാലിസിസ്. പേരിൽ തന്നെ ഉണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്, യൂണി ഡയമെൻഷണൽ അനാലിസിസ്. യൂണി ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൺലി വൺ വേരിയബിൾ, ഒരൊറ്റ വേരിയബിളേ അവിടെ ഉണ്ടാവുള്ളൂ. അതിൽ യൂണി ഡയമെൻഷണൽ അനാലിസിസ് വരുന്ന എന്താ പറയുക മെത്തേഡുകളാണ് ആവറേജ്, ഡിസ്പേഴ്സൺ, സ്ക്യൂനെസ് ആൻഡ് കൊട്ടോസിസ്, അല്ലേ. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, അല്ലേ. കഴിഞ്ഞ 4th സെമ്മിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അല്ലേ, അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ന്യൂമറിക്കൽ സ്കില്ല് പഠിക്കുന്നുണ്ട്, അല്ലേ, 3rd സെമ്മിൽ, അതിൽ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ എന്താണ് ആവറേജ്, എന്താണ് ഡിസ്പേഴ്സൺ, എന്താണ് സ്ക്യൂനെസ് ആൻഡ് കുട്ടോസിസ്, അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണി ഡയമെൻഷണൽ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മെഷേഴ്സ് ഓർ ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ ഇതിൽ വരുന്ന നമ്മൾ ഈ യൂണി ഡയമെൻഷനിൽ വരുന്ന ഡിസ്പേഴ്സണിൽ വരുന്ന കാര്യങ്ങളാണ് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, എക്സെട്ര. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്പയർ ദ റിലേറ്റീവ് വൈഡ്നെസ് ഓഫ് സ്പ്രെഡ് ഓഫ് എനി 2 or more ഫ്രീക്വൻസി വാരിയബിൾസ്. ഏതെങ്കിലും 2 or അതിലധികമോ ഫ്രീക്വൻസി വാരിയബിൾസിനെ അവരുടെ ആ ഒരു എന്താ പറയുക റിലേറ്റീവ് വൈഡ്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണി ഡയമെൻഷണൽ അനാലിസിസ്. എന്താണ് യൂണി ഡയമെൻഷണൽ അനാലിസിസ്? ഓക്കെ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ വരുന്ന സെക്കൻഡ് ടൈപ്പാണ് ബൈവാരിയറ്റ് അനാലിസിസ്. പേരിൽ തന്നെ ഉണ്ട് ബൈവാരിയറ്റ് അനാലിസിസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ബൈവാരിയറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് വിത്ത് 2 വേരിയബിൾസ്, അല്ലേ, 2 വേരിയബിൾസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ബൈവാരിയറ്റ് അനാലിസിസ് വരുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നതാണ് ബൈവാരിയറ്റ് അനാലിസിസ്. അനാലിസിസ് ഓഫ് 2 വേരിയബിൾസ് ആണ് ബൈവാരിയറ്റ്. ഇനി ഇവിടെ യൂണിവേരിയറ്റ് അനാലിസിസും ബൈവേരിയറ്റ് അനാലിസിസ് ക്യാൻ ബി ഡിസ്ക്രിപ്റ്റീവ് ഓർ ഇൻഫറൻഷ്യൽ. വേണമെങ്കിൽ നമുക്കത് ഇൻഫറൻഷ്യൽ ആവാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസ് അത് എന്ത് തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. ബൈവേരിയറ്റ് റിസർച്ചിൻ്റെ വേരിയസ് ഫോംസ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സർട്ടൻ ലിമിറ്റേഷൻസ് വരും, അല്ലേ. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട 4 ഫോമുകളാണ് കോറിലേഷൻ അനാലിസിസ്, കാഷ്വൽ അനാലിസിസ് ഓർ റിഗ്രഷൻ അനാലിസിസ്, അനോവ, കൈസ്ക്വയർ ടെസ്റ്റ്, ഇല്ലേ. ഇത്തരം പേരുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അനോവ എന്നും കൈസ്ക്വയർ എന്നും കോറിലേഷൻ എന്നും റിഗ്രഷൻ എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും, അല്ലേ. കഴിഞ്ഞ സെമ്മിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്? കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിഗ്രി ടു വിച്ച് വൺ വേരിയബിൾസ് ലീനിയർലി റിലേറ്റഡ് ടു ഈച്ച് അതർ. നമ്മളിവിടെ മാത്തമാറ്റിക്കൽ പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ മറ്റുള്ള വേരിയബിളുമായിട്ട് എത്രത്തോളം റിലേഷൻ ഉണ്ട്
എന്ന് കണക്കാക്കുന്നതാണ് നമുക്ക് എന്ത് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയബിൾസ്. നമ്മളുടെ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാരിയബിൾസ് എത്രത്തോളം റിലേഷൻസ് ഉണ്ട് അത് നോക്കലാണ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ ഒരു റിലേഷനും ഇല്ല എങ്കിൽ ദർ ഇസ് നോ കോറിലേഷൻ. ഹൈ റിലേഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ലോ റിലേഷൻ ആണെങ്കിൽ നെഗറ്റീവ്. അതാണ് അതിൻ്റെ ബേസിക് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കാഷ്വൽ അനാലിസിസ് ഓർ റിഗ്രഷൻ അനാലിസിസ്. ഇത് നമ്മൾ ഇഷ്ടം പോലെ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതായത് ഹൗ വൺ ഓർ മോർ വേരിയബിൾ എഫക്ട് ചേഞ്ചസ് ഓഫ് അനദർ വേരിയബിൾ. ഒന്നോ അതിലധികമോ വേരിയബിൾസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുക. ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ, ആക്സിസ് ബിറ്റ്വീൻ ദ ടു ഓർ മോർ വേരിയബിൾസ്. നിലവിൽ നിലനിൽക്കുന്ന രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ ഒരു എക്സിസ്റ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാനും അൺനോൺ വാല്യൂസ്, ഒരു വേരിയബിൾ അൺനോൺ വാല്യൂസും മറ്റ് നോൺ വേരിയബിളിൻ്റെ വാല്യൂസും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഉരുത്തിരിയാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ അനോവ. കേട്ടിട്ടുണ്ടാവാം, അനാലിസിസ് ഓഫ് വാരിയൻസ് അല്ലേ, നമ്മൾ ക്യൂട്ടിയിൽ കേട്ടിട്ടുണ്ട്. അനോവ എന്ന് പറയുന്നത് ദ അസസ്മെൻറ്റ് ഓഫ് ആവറേജസ് ഓഫ് ടു സെറ്റ് ഓഫ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പരമായിട്ട് ഒരു സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുകയാണ്. അതായത് അനാലിസിസ് ഓഫ് വാരിയൻസ്, ദാറ്റ് ഈസ് അനോവ. സോ ദ ലാസ്റ്റ് ബൈവേരിയറ്റ് അനാലിസിസ് ഇസ് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റാണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു കാറ്റഗറിയൽ വാരിയബിൾസ്, രണ്ട് കാറ്റഗറിയൽ വാരിയബിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ബേസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. നമ്മൾ ഒബ്സർവ് ചെയ്ത ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു chi-square ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ ഫസ്റ്റ് വൺ യൂണി ഡയമെൻഷണൽ, സെക്കൻഡ് ബൈവേരിയറ്റ് അനാലിസിസ്. ഈ ബൈവേരിയറ്റ് അനാലിസിസിൽ തന്നെ വരുന്നതാണ് കോറിലേഷൻ, റിഗ്രഷൻ, അനോവ, chi-square ടെസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത് വരുന്നതാണ് മൾട്ടി വേരിയറ്റ് അനാലിസിസ്. പേരിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. മൾട്ടി വേരിയറ്റ് അനാലിസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, മോർ ദാൻ ടു വാരിയബിൾസ്, അതുകൊണ്ട് അതിനെ നമ്മൾ മൾട്ടി വേരിയറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരുവിധമുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും നമ്മളിതിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇറ്റ് ഈസ് എൻ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർ ദാൻ ടു വാരിയബിൾസ്. രണ്ടിൽ കൂടുതൽ വാരിയബിൾസ് നമുക്ക് ഇതിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടി വേരിയറ്റ് ടെക്നിക്സ് ക്യാൻ സ്റ്റാറ്റിസ്റ്റിക്കലി എസ്റ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വാരിയബിൾസ്. പല രീതിയിലുള്ള വാരിയബിൾസിന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ വരുന്ന മൂന്ന് ഭാഗങ്ങളാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മൾട്ടി വാരിയൻസ് അനാലിസിസ്. എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്? മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി വാരിയറ്റ് ടെക്നിക്കാണ്. ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സിംഗിൾ മെട്രിക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ടു ഓർ മോർ മെട്രിക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടോ നമ്മൾ നോൺ മെട്രിക് വേരിയബിളായിട്ടോ നമ്മൾ കണക്കാക്കുന്നു. ദിസ് ടെക്നിക് റിലൈസ് അപ്പോൺ ഡിറ്റർമിൻ ദ ലീനിയർ റിലേഷൻ വിത്ത് ലോവസ്റ്റ് സം ഓഫ് സ്ക്വയർഡ് വേരിയൻസ് അസംഷൻ ഓഫ് നോർമലി ലീനിയർ. നമ്മളൊരു ലീനിയർ റിലേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. ഇനി ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ദ അനാലിസിസ് ഈസ് സ്യൂട്ടബിൾ വെൻ ദ റിസർച്ച് ഹാസ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിച്ച് ഇസ് ടു ബി അസ്യൂംഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു മൾട്ടി വേരിയറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് കോവാരിയൻസ് വിത്ത് ഓൾ കൺസേൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എല്ലാ കൺസേണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് എക്സാമ്പിൾ കണ്ടുപിടിക്കണം അല്ലേ. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ഓഫൺ റിഫർഡ് ടു സിംപ്ലി ആസ് റിഗ്രഷൻ എക്സാമിൻ ദ എഫക്ട്സ് ഓഫ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഓഫ് ദ വാല്യൂ ഓഫ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സെട്ര. അപ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ ടു വേരിയബിൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് വൺ പറയുന്നു മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ്. റിസർച്ചർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരു ക്രൈറ്റീരിയ വയ്ക്കും, ഇത് പ്രഡിക്റ്റ് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻ്റർവെൽ ഇടയ്ക്ക് വന്ന് നോക്കും. This analysis adopted when the researcher has one dependent variable that cannot be measured. ഒരു റിസർച്ചർക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു അനാലിസിസിലേക്ക് മുന്നോട്ട് പോവുക. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുക ഒബ്സർവേഷൻസ്.
കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മൾട്ടി വാരിയൻസ് അനാലിസിസ്, ദാറ്റ് ഈസ് മനോവ. multivariance analysis, that is MANOVA. This analysis is an extension of two-way analysis അല്ലേ, അതായത് ടു വേ അനാലിസിസിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മനോവ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് വിത്ത് മൾട്ടിവേരിയറ്റ് ഡിഫറൻസസ്. ഗ്രൂപ്പ് റെസ്പോൺസിലെ ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. In this ratio of among group variance to within group variance is calculated as set of variables. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് ഓഫ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റഡി നമുക്ക് യൂസ്ഫുൾ ഫോർ സ്റ്റഡി ഇൻവോൾവിങ് എ നമ്പർ ഓഫ് മാട്രിക് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസ് അലോങ് വിത്ത് മെനി നോൺ മെട്രിക് എക്സ്പ്ലനേറ്ററി വാരിയബിൾസ്. അതിനോടുകൂടി തന്നെ നമുക്ക് നോൺ മെട്രിക് ഡാറ്റാസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. സോ ദ ഫോർത്ത് വൺ ഈസ് ഫാക്ടർ അനാലിസിസ്. ഇതെല്ലാം എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. ഫോർത്ത് വൺ ഈസ് ഫാക്ടർ അനാലിസിസ്. വേറൊരു ടെക്നിക്കാണ് ഇവിടെ പാർഷ്യലി പവർഫുൾ ആൻഡ് യൂസ്ഫുൾ അനലിറ്റിക്കൽ അപ്രോച്ച്. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് നമ്മളിവിടെ ഫോളോ ചെയ്യണം. അത് അവരുടെ ബിഹേവിയർ ആയാലും ഫിനാൻഷ്യൽ ആയാലും ഏത് രീതിയിൽ ഡാറ്റ എടുക്കാനായാലും ഒരു കോമൺ ഫാക്ടർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ഡാറ്റ റിഡക്ഷൻ ടെക്നിക്ക് റിസർച്ചർ റെഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് വാരിയബിൾസ് ഓൺ ടു എ സ്മോളർ പേഴ്സൺ അല്ലേ. ഇനി ഇറ്റ് ഗ്രൂപ്സ് ദ നമ്പർ ഓഫ് വാരിയബിൾസ് ഇൻ ടു എ സ്മോളർ സെറ്റ് ഓഫ് uncorrelated number of uncorrelated factors potentially conveying the enormous deal of the information. ഒരു ഡീല് നടക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ദിസ് ടെക്നിക് എക്സ്ട്രാക്ട് മാക്സിമം കോമൺ വാരിയൻസ് ഫ്രം ഓൾ വാരിയബിൾസ് ആൻഡ് പുട്ട്സ് ദം ഇൻ ടു എ കോമൺ സ്കോർ. എല്ലാ വേരിയബിൾസിൻ്റെയും നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക വേരിയൻസ് എടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഫാക്ടർ അനാലിസിസിൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ. ഓവറോൾ MSA of 0.80 ഈസ് ഹയർ ഇസ് വെരി ഗുഡ് വിത്ത് എ മെഷർ ഓഫ് അണ്ടർ 50 ഡീം പുവർ. 50 അതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല ഇൻ്റർവ്യൂകളിലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ ദാറ്റ് ഈസ് കനോണിക്കൽ അനാലിസിസ്. ഫിഫ്ത്ത് വൺ എന്താണ്, കനോണിക്കൽ അനാലിസിസ്. എന്താണ് ഈ കനോണിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, it is may be used in both measurable and non-measurable variables, both predicting a set of dependent variables from their joint covariance with a set of independent variables. ഒരു സെറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതിനൊരു കോവാരൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കനോണിക്കൽ അനാലിസിസിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു സെറ്റ്സ് ഓഫ് ഡാറ്റ വിത്ത് സെവറൽ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. പല രീതിയിലുള്ള ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും വേരിയബിൾസും വെച്ചിട്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നു. ഇറ്റ് ഈസ് റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു ക്ലസ്റ്റർ അനാലിസിസ്. എന്താണ് ക്ലസ്റ്റർ അനാലിസിസ്? ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി വാരിയറ്റ് മെത്തേഡാണ്. അതിൽ ക്ലാസിഫൈ എ സാമ്പിൾ ഓഫ് സബ്ജക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് എ സെറ്റ് ഓഫ് മെഷർഡ് വാരിയബിൾസ് ഇൻ ടു എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. നമുക്ക് പല രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും, നമ്മളിതിൻ്റെ സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് വെക്കുക. സോ ക്ലസ്റ്റർ അനാലിസിസ് ഓർ ക്ലസ്റ്ററിംഗ് ഇസ് ദ ടാസ്ക് ഓഫ് ഗ്രൂപ്പിംഗ് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഒബ്ജക്ട്സ് ഇസ് ദ സെയിം ഗ്രൂപ്പ് അല്ലേ, കാൾഡ് ക്ലസ്റ്റർ. ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ ടാസ്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് അതെല്ലാവരും കൂടി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആർ മോർ സിമിലർ ഇൻ സം സെൻസ് ഇൻ ഈച്ച് അതർ ദാൻ ടു ദോസ് ഇൻ അതർ ഗ്രൂപ്പ്സ് അല്ലേ. നമ്മൾ മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അതായത് നമ്മൾ മറ്റുള്ള ക്ലസ്റ്ററിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനെങ്കിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലാർജ് സെറ്റ് ടു മീനിങ്ഫുൾ സബ് ഗ്രൂപ്പ്സ് തന്നെയാണ്. ഒരുപാട് സബ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലസ്റ്റർ അനാലിസിസിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ്. എന്താണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്? ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് കൺസേൺ വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ആൾസോ റിലേറ്റഡ് വിത്ത് എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അൺനോൺ പോപ്പുലേഷൻ, നമുക്കറിയാത്ത പോപ്പുലേഷൻ പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു അതർ മെത്തേഡ്സിൽ വരുന്നതാണ്.
It is concerned with the testing of hypothesis and significance and also related with estimation of unknown population parameters. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഈ ഒരു ഭാഗം. നിങ്ങൾ അതിൻ്റെ ഇതാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ക്ലാസ് കേൾക്കുക, വായിച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.